നിങ്ങളൊരു വാടക വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു ഹോം ലോൺ എടുത്ത് ഒരു പുതിയ വീട് വാങ്ങാനോ അല്ലെങ്കിൽ വീട് പണിയാനോ തീരുമാനിച്ചു. പക്ഷേ ഈ വീടിൻ്റെ പണി പൂർത്തിയാകുന്നവരെ നിങ്ങൾക്ക് ഈ വാടക വീട്ടിൽ തന്നെ താമസിക്കണം. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് എല്ലാ മാസവും ഈ വീടിൻ്റെ വാടക അടയ്ക്കണം, ഈ ഹോം ലോണിൻ്റെ EMI അടയ്ക്കണം. അങ്ങനെ ഹോം ലോൺ EMIയും വാടകയും അടയ്ക്കേണ്ടി വരുമ്പോൾ നിങ്ങൾ വലിയൊരു സാമ്പത്തിക പ്രശ്നത്തിൽ പോയി പെടും. ഇങ്ങനൊരു സാഹചര്യം വന്നാൽ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന ഒരു ബാങ്കിങ് ഫീച്ചറാണ് Pre-EMI. അപ്പോൾ എന്താണ് Pre-EMI, ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഫുൾ EMI ആയിട്ട് ഇതിന് എന്താണ് ഡിഫറൻസ്, പിന്നെ ഏതെല്ലാം സാഹചര്യത്തിലാണ് നിങ്ങൾ ഈ Pre-EMI ഓഫർ സെലക്ട് ചെയ്യേണ്ടത്, ഏതെല്ലാം സാഹചര്യത്തിലാണ് ഈ Pre-EMI ഓഫർ നിങ്ങൾ സെലക്ട് ചെയ്യാൻ പാടില്ലാത്തത്, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ഞാൻ അരുൺ ആൻഡ് വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ഫിഷിംഗ്. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. സോ Pre-EMI ഹോം ലോൺ എടുക്കുന്ന കസ്റ്റമേഴ്സിന് ബാങ്കിൽ നിന്ന് ലഭിക്കുന്ന ഒരു ഫീച്ചറാണ് Pre-EMI. യൂഷ്വലി നമ്മളൊരു ഹോം ലോൺ എടുത്തു കഴിഞ്ഞാൽ നമ്മളത് ഓരോ മാസവും EMI ആയിട്ട് തിരിച്ചടയ്ക്കുന്നു. അപ്പോൾ ഒരു മാസത്തെ EMI എടുത്തു കഴിഞ്ഞാൽ അതിൽ നമ്മളെടുത്ത ലോണിൻ്റെ മുതലും പിന്നെ അതിൻ്റെ പലിശയും ഉണ്ടായിരിക്കും. പക്ഷേ Pre-EMI വരുമ്പോൾ ഇത് കുറച്ച് ഡിഫറെൻ്റ് ആണ്. Pre-EMI എന്ന് പറയുന്ന ഫീച്ചർ നിങ്ങൾക്ക് 1 വർഷത്തേക്കോ 2 വർഷത്തേക്കോ ആണ് പരമാവധി ലഭിക്കുക. അപ്പോൾ നിർമ്മാണത്തിലിരിക്കുന്ന ഒരു അപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ നിങ്ങളൊരു വീട് പണിയുകയാണെങ്കിൽ, നിങ്ങൾ ഹോം ലോൺ എടുക്കുകയാണെങ്കിലെല്ലാം നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള Pre-EMI ഫീച്ചർ ഉപയോഗിക്കാം. അപ്പോൾ ഈ ഒരു വീടിൻ്റെ പൊസഷൻ സമയം വരെ നിങ്ങൾക്ക് യൂഷ്വലി ഒരു ഹോം ലോണിന് അടയ്ക്കുന്ന പോലെ മുതലും പലിശയും ചേർത്ത് തിരിച്ചടയ്ക്കേണ്ട. ഈ ഒരു പൊസഷൻ വരെ നിങ്ങൾക്ക് ഇതിൻ്റെ പലിശ മാത്രം തിരിച്ചടച്ചാൽ മതി. അപ്പോൾ നിങ്ങളുടെ ഒരു മാസത്തെ EMI എന്ന് പറയുന്നത് യൂഷ്വൽ ഒരു ഹോം ലോണിൻ്റെ ഫുൾ EMI ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറവായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വാടകയുടെ കൂടെ ഹോം ലോൺ അടയ്ക്കുമ്പോൾ വരുന്ന ആ ഒരു ബാധ്യത നിങ്ങൾക്ക് ഇത്തിരി കുറച്ച് കിട്ടും. സോ ഇതാണ് Pre-EMI എന്നതിൻ്റെ ഒരു ബേസിക് കൺസെപ്റ്റ്. ഞാനിനി ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ധാരണ കിട്ടും. സോ ഒരാളൊരു ഹോം ലോൺ എടുക്കുന്നു, 50 ലക്ഷം രൂപ 20 വർഷത്തേക്ക് 10% പലിശയ്ക്കാണ് അയാൾ ലോൺ എടുക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അയാൾക്ക് ഒരു മാസം 48,251 രൂപ EMI ആയിട്ട് വരും. പക്ഷേ ഇയാൾ വാങ്ങിയ ഒരു അപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഒരു വീടിൻ്റെ പണി പൂർത്തിയായിട്ടില്ല. ഒരു 2 വർഷം കഴിഞ്ഞാലേ ഈ ഒരു വീടിൻ്റെ പൊസഷൻ ഇയാൾക്ക് കിട്ടുകയുള്ളൂ. സോ അത്രയും കാലം ഇയാൾക്കൊരു വാടക വീട്ടിൽ തന്നെ താമസിക്കണം. അപ്പോൾ ഈ 2 വർഷം കൊണ്ട് അയാൾ 11,58,024 രൂപ ഈ ലോണിന് തിരിച്ചടയ്ക്കണം. അപ്പോൾ ആ ഒരു സമയത്ത് ഇയാൾക്ക് വീടിൻ്റെ വാടകയും കൂടെ അടയ്ക്കാനുണ്ടെങ്കിൽ അയാൾ വലിയൊരു സാമ്പത്തിക പ്രശ്നത്തിൽ പോയി പെടും. ഇനി ഈ ഒരു സാഹചര്യത്തിൽ ഇയാളൊരു Pre-EMI ഓപ്ഷനാണ് തിരഞ്ഞെടുത്തിരുന്നതെങ്കിൽ ഇയാൾക്ക് എങ്ങനെയാണ് ഇത് അഡ്വാൻറ്റേജ് ആവുക നോക്കാം. ഇപ്പോൾ ഹോം ലോണിൻ്റെ കാര്യം നിങ്ങൾക്കറിയാം. നമുക്ക് നിർമ്മാണത്തിൻ്റെ ഓരോ ഘട്ടത്തിലുമാണ് ഇതിൽ നിന്നുള്ള ഫണ്ട് റിലീസ് ആവുന്നത്. ഒരുമിച്ചായിരിക്കില്ല ഈ പണം വരുന്നത്. സോ നമുക്ക് ആദ്യം ഒരു 5 ലക്ഷം രൂപ തരുന്നു, പിന്നെ ഒരു 6 മാസം കഴിഞ്ഞ് ഒരു 10 ലക്ഷം തരുന്നു, പിന്നെ ഒരു വർഷത്തിന് ശേഷം വീണ്ടും ഒരു 10 ലക്ഷം, 1.5 വർഷത്തിന് ശേഷം ഒരു 10 ലക്ഷം കൂടെ, പിന്നെ 2 വർഷം കംപ്ലീറ്റ് ആകുമ്പോൾ ഒരു 15 ലക്ഷം കൂടെ നമുക്ക് തരുന്നു. അങ്ങനെ 5 ഘട്ടങ്ങളിലായിട്ടാണ് ഈ ഹോം ലോണിൻ്റെ എമൗണ്ട് നമുക്ക് കിട്ടുന്നത്. നിങ്ങളിവിടെ Pre-EMI ഓപ്ഷനാണ് സെലക്ട് ചെയ്തതെന്ന് വിചാരിക്കുക. അപ്പോൾ ആദ്യത്തെ 6 മാസം നിങ്ങൾക്ക് തന്നിരിക്കുന്ന 5 ലക്ഷം രൂപയാണ്. അപ്പോൾ Pre-EMIയിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ മുതലും പലിശയും ചേർത്ത് തിരിച്ചടയ്ക്കേണ്ട, നിങ്ങൾ പലിശ മാത്രം അടച്ചാൽ മതി. സോ ആദ്യത്തെ 6 മാസം നിങ്ങൾക്ക് ഈ 5 ലക്ഷത്തിൻ്റെ പലിശയായ 4,167 രൂപ മാത്രം അടച്ചാൽ മതി. 6 മാസം കഴിയുമ്പോൾ നിങ്ങൾക്കൊരു 10 ലക്ഷം രൂപ കൂടെ തന്നു. സോ ടോട്ടൽ നമുക്കിപ്പോൾ 15 ലക്ഷം രൂപ തന്നിട്ടുണ്ട്. ഇനിയുള്ള 6 മാസം നിങ്ങൾക്ക് ഈ 15 ലക്ഷം രൂപയുടെ പലിശയായ 12,500 രൂപ തിരിച്ചടച്ചാൽ മതി. ഒരു 6 മാസം കൂടെ കഴിഞ്ഞപ്പോൾ നിങ്ങൾക്കൊരു 10 ലക്ഷം രൂപ കൂടെ തന്നു. അപ്പോൾ നമുക്ക് ടോട്ടൽ തന്നിരിക്കുന്നത് 25 ലക്ഷം രൂപയാണ്. ഇനി നമ്മൾ അടയ്ക്കേണ്ട ഈ ഒരു 25 ലക്ഷം രൂപയുടെ പലിശയാണ്. അത് വരുന്നത് 20,833 രൂപയാണ്. അതൊരു 6 മാസം അടച്ചു കഴിയുമ്പോൾ അടുത്ത ഘട്ടത്തിൽ നിങ്ങൾക്കൊരു 10 ലക്ഷം രൂപ കൂടെ ലോൺ കിട്ടും. സോ നമ്മുടെ EMI കൂടും, 29,167 രൂപയാവും. അങ്ങനെ നമ്മൾ ആ ഒരു എമൗണ്ട് ലോൺ അടച്ച് അവസാനം 2 വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ ബാക്കി എമൗണ്ട് 15 ലക്ഷം രൂപ കൂടെ നിങ്ങൾക്ക് ലോൺ എമൗണ്ട് കിട്ടും. സോ അപ്പോഴാണ് നിങ്ങൾ പൂർണ്ണമായിട്ട് ഈ ഒരു 50 ലക്ഷം രൂപയുടെ ലോണ് എടുത്ത് കഴിയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു 2 വർഷം നമ്മൾ എത്ര രൂപ തിരിച്ചടച്ചു നോക്കാം. ഈ ഒരു എമൗണ്ടുകളെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 4 ലക്ഷം രൂപയാണ്. പക്ഷേ ഇതേ സമയം നിങ്ങളൊരു ഫുൾ EMI ഓപ്ഷനാണ് സെലക്ട് ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾക്ക് 11,58,024 രൂപ തിരിച്ചടയ്ക്കേണ്ടി വന്നേനെ. അതായത് 2 വർഷം കൊണ്ട് 7.5 ലക്ഷത്തിലധികം രൂപ നിങ്ങൾക്ക് കൂടുതലായിട്ട് അടയ്ക്കേണ്ടി വന്നേനെ.
സോ ഇങ്ങനെ നോക്കുമ്പോൾ ഇതൊരു നല്ലൊരു ഫീച്ചറാണ്, നിങ്ങൾക്ക് വളരെയധികം അഡ്വാൻറ്റേജ് ഉള്ളൊരു ഫീച്ചറാണ്. പക്ഷേ ഇവിടെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. അതായത് നിങ്ങൾ ഈ ആദ്യത്തെ 2 വർഷം അടച്ച പലിശ ഈ മുതലിലേക്ക് ആഡ് ആവുന്നില്ല. കാരണം നമ്മൾ മുതലിലേക്കൊന്നും അടയ്ക്കുന്നില്ലല്ലോ. സോ ഈ 2 വർഷം കഴിഞ്ഞ് പൊസഷൻ ആവുന്ന സമയത്ത് ഇനി നിങ്ങൾക്ക് തിരിച്ചടയ്ക്കേണ്ടത് ഈ ഒരു 50 ലക്ഷം രൂപയാണ്. അതായത് ഒരു നോർമൽ ഹോം ലോൺ ആയിരുന്നെങ്കിൽ നിങ്ങൾ തിരിച്ചടയ്ക്കേണ്ടത് 20 വർഷം കൊണ്ടാണ്. ഇവിടെ ഈ ആദ്യത്തെ 2 വർഷം നിങ്ങൾ പലിശ അടയ്ക്കണം, അതിനുശേഷം 20 വർഷം കൊണ്ട് നിങ്ങൾ ഈ ഹോം ലോൺ തിരിച്ചടയ്ക്കണം. സോ ഒരു നോർമൽ ഹോം ലോണാണ് നിങ്ങൾ എടുത്തിരുന്നതെങ്കിൽ നിങ്ങൾ ഈ ലോണിൽ നിന്നും ഈ ഒരു 11.5 ലക്ഷം രൂപ തിരിച്ചടച്ച് കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ഈ ഒരു പ്രീ EMI ഓപ്ഷൻ വെച്ചിട്ടാണ് നിങ്ങൾ ലോൺ തിരിച്ചടച്ചതെങ്കിൽ ഈ 2 വർഷം കഴിയുമ്പോൾ നിങ്ങൾ ലോണിലേക്ക് 1 രൂപ പോലും തിരിച്ചടച്ചിട്ടില്ല. ആ ഒരു പോയിന്റിൽ നിന്നാണ് നിങ്ങളുടെ ലോണിൻ്റെ തിരിച്ചടവ് തുടങ്ങുന്നത്. സോ ഇപ്പോൾ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരുന്നുണ്ടാവും, ഇതൊരു നല്ല ഫീച്ചറാണോ, ഇത് നിങ്ങൾ ഓപ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷൻ. സോ അത് ക്ലിയർ ചെയ്യാനായിട്ട് നിങ്ങൾ ഏതെല്ലാം സാഹചര്യത്തിലാണ് ഈ ഒരു പ്രീ EMI ഓപ്ഷൻ സെലക്ട് ചെയ്യേണ്ടതെന്നും ഏതെല്ലാം സാഹചര്യത്തിലാണ് ഈ ഒരു പ്രീ EMI ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ പാടില്ലാത്തതെന്നും ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങളുടെ ഒരു സാഹചര്യം അനുസരിച്ചിട്ട് നിങ്ങൾക്കിത് വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ പറ്റും. സോ ആദ്യം നിങ്ങൾ ഏതെല്ലാം സാഹചര്യത്തിലാണ് ഈ ഒരു പ്രീ EMI ഓപ്ഷൻ സെലക്ട് ചെയ്യേണ്ടത്. ഒന്നാമത്തെ സാഹചര്യം, നിങ്ങളൊരു വാടക വീട്ടിലാണ് താമസിക്കുന്നതെങ്കിൽ, നിങ്ങൾ വാങ്ങുന്നത് ഒരു പണി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വീടാണെങ്കിൽ, അല്ലെങ്കിൽ വീട് പണിയാൻ വേണ്ടിയിട്ടാണ് ഹോം ലോൺ എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രീ EMI ഓപ്ഷൻ സെലക്ട് ചെയ്യാം. കാരണം എന്തായാലും നിങ്ങൾക്ക് വാടക അടയ്ക്കണം. ആ സമയത്ത് വലിയൊരു EMI വരികയാണെങ്കിൽ നിങ്ങളുടെ ഒരു മാസത്തെ വരുമാനം വെച്ച് ചിലപ്പോൾ അത് അടയ്ക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. പക്ഷേ പ്രീ EMI ആണെങ്കിൽ എല്ലാ മാസവും നിങ്ങൾക്ക് വരുന്ന ചെറിയൊരു EMI എമൗണ്ടാണ്, അത് നിങ്ങൾക്ക് നിങ്ങളുടെ വരുമാനം വെച്ച് അടച്ചു പോകാം. എന്നിട്ട് ഈ ഒരു വാടക വീട് ഉപേക്ഷിച്ച് നിങ്ങളുടെ പുതിയ വീട്ടിലേക്ക് താമസം മാറ്റിയതിന് ശേഷം നിങ്ങൾക്ക് ഈ ഫുൾ EMI അടച്ചാൽ മതി. ഇനി രണ്ടാമത്തെ സാഹചര്യം, നിങ്ങൾ ഈ പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ പണി പൂർത്തിയാകുമ്പോൾ തന്നെ ഇത് വിൽക്കാനായിട്ടാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, അതായത് ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് ഒരു ഫ്ലാറ്റോ വീടോ വാങ്ങിക്കാനാണ് അല്ലെങ്കിൽ പണിയാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രീ EMI ഓപ്ഷൻ സെലക്ട് ചെയ്യാം. കാരണം ഇത് വിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ബൾക്ക് എമൗണ്ട് തിരിച്ചു കിട്ടും. പിന്നെ ഞാൻ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചുള്ള വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഒരു ഫ്ലാറ്റ് ലോഞ്ച് ചെയ്യുമ്പോൾ ഉള്ള പ്രൈസും ഇത് കംപ്ലീറ്റ് ആവുന്ന പ്രൈസും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട്. അപ്പോൾ നിങ്ങളൊരു ലോഞ്ച് ടൈമിൽ ഒരു ലോൺ എടുത്തിട്ട് ഒരു ഫ്ലാറ്റ് ബുക്ക് ചെയ്യുകയാണെങ്കിൽ, ഉദാഹരണത്തിന് നിങ്ങൾ ഈ 50 ലക്ഷം രൂപയ്ക്ക് ഒരു ഫ്ലാറ്റ് വാങ്ങി, അതൊരു ലോഞ്ച് ടൈമിൽ നിങ്ങൾ 50 ലക്ഷത്തിന് നിങ്ങൾക്കത് കിട്ടി. ഇനി 2 വർഷം കൊണ്ട് ഇത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അതിൻ്റെ വില 70 ലക്ഷമോ 80 ലക്ഷമോ വരെ ഉയരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ ഈ ഫ്ലാറ്റ് വിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ലോണിൻ്റെ മുതലും പലിശയും കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് ലാഭം കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത്രയും കാലം നിങ്ങൾ ഈ വലിയ EMI അടയ്ക്കേണ്ട, നിങ്ങൾ ഈ ഒരു പ്രീ EMI ഓപ്ഷൻ വെച്ചിട്ട് ചെറിയ രീതിയിലുള്ള പലിശ മാത്രം അടച്ചു പോവുക. എന്നിട്ട് പൊസഷൻ ആവുന്ന സമയത്ത് നിങ്ങൾക്കിത് വിറ്റിട്ട് നല്ല ലാഭത്തിൽ തന്നെ നിങ്ങൾക്കത് വിറ്റിട്ട് പണം എടുത്തിട്ട് ഈ ഒരു ലോൺ ക്ലോസ് ചെയ്യാൻ പറ്റും. സോ അങ്ങനെയുള്ള സാഹചര്യത്തിലും നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു പ്രീ EMI ഓപ്ഷൻ ചൂസ് ചെയ്യാം. ഇനി അടുത്ത ഒരു സിറ്റുവേഷൻ വരുന്നത്, നിങ്ങൾക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റ് മൈൻഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു EMI വരുന്ന എമൗണ്ടും പ്രീ EMIയിൽ വരുന്ന എമൗണ്ടും നമ്മളുടെ ഡിഫറൻസ് ഉണ്ടല്ലോ. ഇപ്പോൾ ആദ്യത്തെ ഒരു മാസം എടുത്താൽ ഈ 48,000 സ്ഥാനത്ത് നിങ്ങൾക്ക് 4,167 രൂപ അടയ്ക്കേണ്ടി വരുന്നുള്ളൂ. ഈ ഒരു പ്രീ EMIയുടെ എമൗണ്ട് കഴിച്ച് ബാക്കി വരുന്ന തുക വേറെ എവിടെയെങ്കിലും നിക്ഷേപിച്ചാൽ നിങ്ങൾക്ക് ഈ ലോണിൻ്റെ പലിശയേക്കാൾ കൂടുതൽ റിട്ടേൺസ് കിട്ടുമെങ്കിൽ അത് നിങ്ങൾക്ക് ലാഭമാണ്. സോ ഈ 2 വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആ ഒരു റിട്ടേൺസും കൂടെ ചേർത്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു ലോണ് തിരിച്ചടയ്ക്കാം. സോ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് റിട്ടേൺസ് എടുക്കാൻ പറ്റുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ ഈ പ്രീ EMI ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ബാക്കി തുക എവിടെയെങ്കിലും നിക്ഷേപിച്ചിട്ട് അതിൻ്റെ റിട്ടേൺസ് എടുക്കുക. ഇനി അടുത്ത ഒരു സിറ്റുവേഷൻ നമ്മുടെയൊക്കെ ഒരു ജീവിത സാഹചര്യം നോക്കിയിട്ടാണ്. അതായത് നിങ്ങളിപ്പോൾ ഒരു വീട് വാങ്ങുന്നു, പക്ഷേ അടുത്തൊരു 2 വർഷത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾക്കൊരു കാർ വാങ്ങേണ്ടി വരാം, അല്ലെങ്കിൽ നിങ്ങളൊരു വിവാഹം വരാം, അല്ലെങ്കിൽ ഒരു കുഞ്ഞിനെ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഒരു ചിലവ് വരുന്നൊരു കാര്യം നിങ്ങളുടെ ലൈഫിൽ വരാൻ സാധ്യതയുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഇത്രയും വലിയൊരു ഹോം ലോൺ EMI അടച്ചു തുടങ്ങിയാൽ നിങ്ങൾ വലിയൊരു സാമ്പത്തിക പ്രശ്നത്തിൽ പോയി പെടും. സോ അത്തരം സാഹചര്യങ്ങളിൽ, അതായത് നിങ്ങൾ ആ സമയത്ത് വാടക വീട്ടിലല്ല നിൽക്കുന്നത്, സ്വന്തം വീട്ടിലാണ് നിൽക്കുന്നതെങ്കിൽ പോലും ഈ ഒരു പൊസഷൻ്റെ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് വേറെ വലിയ ജീവിത ചെലവുകൾ വരാൻ സാധ്യതയുണ്ടെങ്കിൽ നിങ്ങൾ പ്രീ EMI ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് വരുന്ന EMI എന്ന് പറയുന്നത് വളരെ ചെറിയൊരു എമൗണ്ട് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിൽ വരുന്ന മറ്റ് ചിലവുകൾക്ക് വേണ്ടി പണം കണ്ടെത്താൻ പറ്റും. ഇല്ലെങ്കിൽ എല്ലാ മാസവും ഇത്രയും വലിയൊരു EMI അടച്ചു പോകുന്ന സമയത്ത് നിങ്ങൾക്ക് വേറെ ഒന്നിനും പണം കണ്ടെത്താൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരും. ഇനി ഏതെല്ലാം സാഹചര്യത്തിലാണ് ഈ ഒരു പ്രീ EMI ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ പാടില്ലാത്തത്? ഒന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് ഈ EMIയും വാടകയും ഒരുമിച്ച് അടയ്ക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും പ്രീ EMI ഓപ്ഷൻ എടുക്കണ്ട. അതിൻ്റെ കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മുടെ ലോൺ എമൗണ്ട്
മുഴുവനായിട്ട് കിട്ടുന്നത് വരെ നമ്മൾ അടയ്ക്കുന്ന ഈ ഒരു പലിശ ഒരു തരത്തിലും നമ്മുടെ തിരിച്ചടയ്ക്കേണ്ട മുതലിൻ്റെയോ പലിശയുടെ കൂടെ ആഡ് ആവുന്നില്ല. സോ ഈ പണം സത്യത്തിൽ നഷ്ടം തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് പ്രീ EMIക്ക് പകരം ഒരു ഫുൾ EMI തന്നെ അടയ്ക്കാനുള്ള ഒരു വരുമാനം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും പ്രീ EMI ഓപ്ഷനിലേക്ക് പോകണ്ട, നിങ്ങൾ ഫുൾ EMI തന്നെ അടച്ചാൽ മതി. ഇനി രണ്ടാമത്തെ കാര്യം, ഈ കൺസ്ട്രക്ഷൻ വൈകാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും പ്രീ EMI ഓപ്ഷൻ എടുക്കണ്ട. സോ ഈ കൺസ്ട്രക്ഷൻ വല്ലാതെ നീണ്ടുപോയി കഴിഞ്ഞാൽ അത്രയും കാലം നമ്മൾ വാടക വീട്ടിൽ വാടക കൊടുത്ത് താമസിക്കും വേണം, പ്രീ EMIയുടെ പലിശ അടച്ചുകൊണ്ടിരിക്കും വേണം. ഈ പലിശ അടയ്ക്കുന്ന മുഴുവൻ നമുക്ക് നഷ്ടമാണ്. കാരണം ഈ ഒരു വീട് പൊസഷൻ ആയതിനു ശേഷമേ നമ്മുടെ ഈ ലോണിൻ്റെ യഥാർത്ഥ തിരിച്ചടവ് വരുന്നുള്ളൂ. സോ അതുവരെ നമ്മൾ വെറുതെ പലിശ അടച്ചുകൊണ്ടിരിക്കണം. സോ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ പണി കൃത്യസമയത്ത് തീരുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പ്രീ EMI ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇനി അടുത്തത്, നിങ്ങൾക്ക് ഈ ഹോം ലോൺ, നമ്മൾ 20 വർഷത്തേക്കാണ് ഹോം ലോൺ എടുത്തത്, പക്ഷേ നിങ്ങൾക്ക് അതിന് മുമ്പ് തന്നെ ഇത് അടച്ച് തീർക്കാനുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രീ EMI ഓപ്ഷൻ എടുക്കണ്ട. അപ്പോൾ നിങ്ങൾക്ക് നോർമൽ EMI തന്നെ എടുത്ത് ഒരു 10 വർഷത്തിന് ശേഷമോ 7 വർഷത്തിന് ശേഷമോ നിങ്ങൾക്ക് ഇത് പ്രീ ക്ലോഷർ ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ പ്രീ EMI ഓപ്ഷൻ എടുക്കണ്ട. കാരണം അത്രയും പലിശ നമുക്ക് നഷ്ടമാണ്. അപ്പോൾ ആദ്യത്തെ മാസം തൊട്ട് തന്നെ ഫുൾ EMI നിങ്ങൾ അടച്ചു തുടങ്ങുക. നിങ്ങൾക്ക് പറ്റുന്ന ഒരു സമയത്ത് നിങ്ങൾ ഈ ലോണ് ക്ലോസ് ചെയ്യുക. ഇനി അടുത്തത്, നേരത്തെ ഞാൻ പറഞ്ഞു ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യം. അപ്പോൾ ഈ ഇൻവെസ്റ്റ്മെൻറ്റുകളിൽ നമുക്ക് സേഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസും ഉണ്ട്, കുറച്ച് റിസ്ക് ഉള്ള മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസും ഉണ്ട്. അപ്പോൾ ഇതിൽ ഏത് രീതിയിലാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ബാങ്ക് ലോണിൻ്റെ പലിശയേക്കാളും കൂടുതൽ റിട്ടേൺസ് കിട്ടുന്ന രീതിയിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം നിങ്ങൾ ഈ പ്രീ EMI എടുത്തിട്ട് ബാക്കി തുക എടുത്ത് ഇൻവെസ്റ്റ് ചെയ്താൽ മതി. കാരണം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നല്ല റിട്ടേൺസ് കിട്ടുന്നില്ല, ഇപ്പോൾ മാർക്കറ്റ് ഡൗൺ ആണ്, അത്തരം കാര്യങ്ങളൊക്കെ വന്നാൽ നമ്മൾ ഉദ്ദേശിച്ച റിട്ടേൺസ് അവിടെ നിന്ന് കിട്ടില്ല. അതായത് പ്രീ EMI സെലക്ട് ചെയ്തിട്ട് ബാക്കി തുക എടുത്ത് ഇൻവെസ്റ്റ് ചെയ്ത് അതിൻ്റെ റിട്ടേൺസ് എടുത്തിട്ട് ലോൺ തിരിച്ചടയ്ക്കുക എന്നൊക്കെ പറഞ്ഞാൽ കേൾക്കുമ്പോൾ നല്ല രസമുണ്ട്, പക്ഷേ അതിൽ കുറച്ച് റിസ്ക് എലമെൻ്റ് ഉണ്ട്. സോ നിങ്ങൾക്കത് ഇൻവെസ്റ്റ് ചെയ്ത് റിട്ടേൺസ് കിട്ടും എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം അത്തരം ഒരു ഓപ്ഷനിലേക്ക് പോവുക. സോ ഇത്തരം സാഹചര്യങ്ങളിൽ നിങ്ങളുടെ സാഹചര്യം ഏതാണെന്ന് നോക്കിയിട്ട് ഈ ഒരു പ്രീ EMI ഓപ്ഷൻ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം, അതേപോലെ സെലക്ട് ചെയ്യാതിരിക്കാം. ഇനി ഇതിൻ്റെ ടാക്സിൻ്റെ കാര്യങ്ങളാണ്. നമ്മളൊരു ഹോം ലോൺ തിരിച്ചടയ്ക്കുമ്പോൾ അതിൻ്റെ മുതലിനും പലിശയ്ക്കും നമുക്ക് ടാക്സ് ഡിഡക്ഷൻ കിട്ടും. നമ്മൾ അടയ്ക്കുന്ന പ്രിൻസിപ്പിൾ, നമ്മൾ തിരിച്ചടയ്ക്കുന്ന മുതലിന് ഒരു വർഷം സെക്ഷൻ 80C പ്രകാരം 1.5 ലക്ഷം വരെ ടാക്സ് ഡിഡക്ഷൻ കിട്ടും. അതേപോലെ നമ്മൾ തിരിച്ചടയ്ക്കുന്ന പലിശയ്ക്ക് സെക്ഷൻ 24B പ്രകാരം 2 ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് ടാക്സ് ഡിഡക്ഷൻ കിട്ടും. പക്ഷേ ഈ ഒരു ടാക്സ് എന്ന് പറയുന്നത് ഒരു വീടിൻ്റെ പൊസഷന് ശേഷം മാത്രമേ നിങ്ങൾക്ക് ഈ ടാക്സ് ഡിഡക്ഷൻ കിട്ടുള്ളൂ. അതായത് നിങ്ങൾ ഈ പൊസഷൻ വരെ അടയ്ക്കുന്ന പ്രീ EMIയുടെ പലിശയ്ക്ക് നിങ്ങൾക്ക് ടാക്സ് ഡിഡക്ഷൻ കിട്ടില്ല. എന്ന് വെച്ചാൽ നിങ്ങൾ പൊസഷന് മുമ്പ് അടച്ച പലിശ ലാപ്സായി പോകുന്നില്ല. സെക്ഷൻ 24 പ്രകാരം പൊസഷൻ വരെ നിങ്ങൾ അടയ്ക്കുന്ന പലിശ, ആ ടോട്ടൽ എമൗണ്ട് ആഡ് ചെയ്തിട്ട് അതിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യും. എന്നിട്ട് അടുത്ത 5 വർഷങ്ങളിൽ ഈക്വൽ എമൗണ്ട് ആയിട്ട് ഇത് ടാക്സ് ഡിഡക്ഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ നമ്മൾ ഈ 2 വർഷം കൊണ്ട് പലിശ അടയ്ക്കുന്നത് 4 ലക്ഷം രൂപയാണ്. ഈ 4 ലക്ഷത്തിനെ 5 വെച്ച് ഡിവൈഡ് ചെയ്യും. സോ ഒരു വർഷം 80,000 രൂപ. ഇനി വരുന്ന 5 വർഷം, അതായത് ഇപ്പോൾ 2022 ആണ്, 2023, 24, 25, 26, 27 വർഷങ്ങളിൽ നിങ്ങൾക്ക് 80,000 രൂപ വെച്ചിട്ട് ടാക്സ് ഡിഡക്ഷൻ കിട്ടും. പക്ഷേ ആ വർഷവും നിങ്ങൾ EMI അടയ്ക്കുന്നുണ്ടാവും. അപ്പോൾ ആ EMIയിലുള്ള പലിശയും ഈ കഴിഞ്ഞ വർഷങ്ങളിലെ പലിശയുടെ ഈ 5-1 ഭാഗവും കൂടെ കൂട്ടുമ്പോൾ പരമാവധി 2 ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് ടാക്സ് ഡിഡക്ഷൻ കിട്ടുള്ളൂ. സോ സെക്ഷൻ 80C പ്രകാരം പ്രീ EMI ആണെങ്കിലും ഫുൾ EMI ആണെങ്കിലും ടാക്സിൻ്റെ കാര്യത്തിൽ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ സെക്ഷൻ 24 പ്രകാരം നിങ്ങൾ പ്രീ EMIയിൽ അടച്ച പലിശയ്ക്ക് ടാക്സ് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാവുന്നതാണ്. സോ പ്രീ EMI എന്ന് പറയുന്ന ഈ ഒരു ബാങ്കിങ് ഫീച്ചറിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കവർ ചെയ്തു. ഇതിനെക്കുറിച്ച് അറിയാത്ത ഒരുപാട് പേര് നിങ്ങളുടെ ഫ്രണ്ട്സിലും ഫാമിലിയിലും ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അവർക്കൊക്കെ ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ ആദ്യം പറഞ്ഞ പോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനലിലെ മറ്റ് വീഡിയോസ് കണ്ടു നോക്കുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ വീഡിയോസിൽ നിന്ന് കിട്ടും. സോ അടുത്ത എപ്പിസോഡിൽ മറ്റൊരു ടോപ്പിക്കുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.